5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കാര്യങ്ങൾ തിരിയുകയാണല്ലോ. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് 20 ലോകരാഷ്ട്രങ്ങളാണ്, മുസ്ലിം രാഷ്ട്രങ്ങളാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പല കാര്യത്തിലും പറയുന്നുണ്ട്, പണ്ട് 2ാം ലോകമഹായുദ്ധം നടന്നതുപോലെയോ 1ാം ലോകമഹായുദ്ധം നടന്നതുപോലെ അല്ല. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ 2 രാജ്യത്തിലും 2 മതമാണെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയമുള്ളത്. കാരണം അവിടെ മുസ്ലിങ്ങളും ഇവിടെ ഹിന്ദുക്കളുമാണ് ഭൂരിപക്ഷമുള്ളത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്വഭാവം മാറും. പാകിസ്ഥാനികൾ ഇവിടെ വന്ന് ഭീകരവാദം നടത്തിയത് തന്നെ മുസ്ലിം ഹിന്ദുക്കളുടെ കലീമ ചൊല്ലാനും ഹിന്ദുക്കളുടെ സുന്നത്ത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കി മതകലാപങ്ങളൊക്കെ വിടാനാണ് ശ്രമിച്ചത്. സുവർണ്ണ ക്ഷേത്രം ആക്രമിക്കാനാണ് ശ്രമിച്ചത്. എങ്കിൽ സിഖുകാർ ഇളകുമല്ലോ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ. ഇതാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാനിലും ഇസ്രായേലിൻ്റെ അടി തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായി നമ്മൾ സംഘർഷത്തിലേക്ക് പോയപ്പോഴും തുർക്കി പാകിസ്ഥാനെ സഹായിച്ചു. ഇതെല്ലാം നമ്മൾ കാണണം. അപ്പോൾ ലോകരാജ്യങ്ങളിൽ 20ഓളം മുസ്ലിം രാജ്യങ്ങളാണ് ഇറാൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പറയുന്നത് ഇറാനെ അടിക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മറ്റ് ശക്തികൾ ഇപ്പുറത്ത് വരും. അപ്പോൾ ലോകം ശാക്തിക ചേരികളാകുകയാണ്. മതപരമായ ശാക്തിക ചേരികൾ തന്നെയാകും. ഇസ്രായേലിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സംരക്ഷിക്കാൻ അമേരിക്ക അടക്കമുള്ള ആളുകൾ ചിലപ്പോൾ ഇനിയിപ്പോൾ പ്രസ്താവനയായിട്ട് വരും. നമുക്കറിയാൻ പറ്റില്ല, നാളെ ഇനി ആരുടെ പ്രസ്താവനയാണ് വരുന്നത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു രീതിയിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം മുതലേ നമ്മളുടെ ഒരു ചിന്ത, നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നവരും വിലയിരുത്തുന്നവരും വിശകലനം ചെയ്യുന്നവരെന്നുള്ളത് കാണുന്നത് എല്ലാ യുദ്ധങ്ങൾക്കും എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ സാമ്പത്തിക താല്പര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ താല്പര്യം ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്ന സ്ത്രീകളുടെ പുറത്ത്, സ്വത്തിൻ്റെ പുറത്തൊക്കെ, സ്വർണ്ണത്തെയൊക്കെ കണ്ടുകൊണ്ട്, രാജ്യത്തെ സ്വർണ്ണം കണ്ടുകൊണ്ടും സ്ത്രീകളെ കണ്ടുകൊണ്ട് സുന്ദരികളായ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് പല രാജാക്കന്മാരും. അങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ പോകുന്ന കഥകൾ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പിന്നെ എണ്ണയ്ക്ക് വേണ്ടി യുദ്ധം നടന്നു. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ സ്വർണത്തിന് വേണ്ടിയുള്ള യുദ്ധം നടന്നു. അങ്ങനെ പിന്നെ വെള്ളത്തിന് വേണ്ടി യുദ്ധം നടക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ സിന്ധു നദീജല കരാറൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറൊക്കെ തെറ്റിക്കിടക്കുകയാണ്. എന്താ സംഭവിക്കുന്ന അറിയില്ല. മുല്ലപ്പെരിയാർ കരാർ തമിഴ്നാട് നമ്മളുമായിട്ട് എന്നും ഫൈറ്റാണ്. അതൊക്കെ ഇനി ഞാൻ പറഞ്ഞു, വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ. ഇപ്പോൾ ഇതാ യുദ്ധത്തിൻ്റെ മറ്റൊരു തലം കാണുകയാണ്. മതപരമായ രീതിയിൽ ഒരു ചേരിതിരിവ് വരികയാണ്. ഇത് വലിയ അപകടത്തിലേക്കാണ് ലോകരാജ്യങ്ങൾ പോകുന്നത്. മുസ്ലിം അല്ലാതെ ഒരു 10ഓ 30ഓ 40ഓ രാജ്യമായിക്കോട്ടെ, 50ഓ 100ഓ രാജ്യം പ്രസ്താവനയിലൂടെ ഇറാനെ സഹായിച്ചാലും ഒരു പ്രശ്നമല്ല. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് ഒരു പ്രസ്താവന വരുമ്പോൾ സ്വാഭാവികമായ ഒരു കൺസോൾട്ടേഷൻ ഇപ്പുറത്തും ഉണ്ടാകും. അങ്ങനത്തെ കൺസോൾട്ടേഷനുകൾ നടക്കുന്നത് നമ്മുടെ ലോകത്ത് വീണ്ടും വീണ്ടും മതസംഘർഷവും ജാതി സംഘർഷവും യുദ്ധത്തിൻ്റെ സംഘർഷവും എല്ലാം കൂടി വരും. അപ്പോൾ അധികാരവും യുദ്ധവും തമ്മിലുള്ള, മതവും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാലത്തും ഉണങ്ങില്ല. കാരണം മതത്തിനൊരു വികാരമുണ്ട്. അത് വളരെ എല്ലാവരും അറിഞ്ഞിരിക്കണം. മതവും ജാതി എന്നൊക്കെ ഒരു വികാരം കൂടെയാണ് മനുഷ്യൻ്റെ. ആ വികാരത്തിന് മുറിവേറ്റാൽ അത് വല്ലാതെയായിരിക്കും, തലമുറകളായിരിക്കും അത് കൊണ്ടുപോകും. എൻ്റെ വാപ്പയെ, എൻ്റെ ഉമ്മയെ, എൻ്റെ അച്ഛനെ, എൻ്റെ പിതാവിനെ, എൻ്റെ അമ്മയെ ജാതി പറഞ്ഞു കൊന്നു, അല്ലെങ്കിൽ വെടിവെച്ചു, അല്ലെങ്കിൽ മിസൈൽ അയച്ചു, ഡ്രോൺ അയച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വികാരം തലമുറകൾ പകർന്നുകൊണ്ട് ചിലപ്പോൾ പൊക്കളയും. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ വളരെ ഗുരുതരമാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നറിയില്ല. എന്തായാലും തുർക്കി അടക്കമുള്ള 20 രാജ്യങ്ങൾ ഇറാന് അനുകൂലമായി പറയുകയും ടെഹ്റാനിൽ ചെയ്തിട്ടുള്ള ഇന്ന് ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായിട്ട് ഇസ്രായേലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം, ഇത് തീ കൊണ്ട് തല ചൊറിയുന്നതാണ് ഇസ്രായേൽ എന്നുള്ള നിലയിൽ പ്രസ്താവന വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതിന് അനുരണനങ്ങൾ എന്തൊക്കെയാണ് നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്, ബാക്കി പത്രം എന്താണെന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഇനിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് ലോകം ശാക്തിക ചേരികളായി തിരിഞ്ഞ് മാറുമോ, അവിടെ മതം കൂടി കൃത്യമായി ഇടപെടുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇന്ന് ലോകം പങ്കുവെക്കുന്നത്. ഈ വാർത്ത വന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയായി നമ്മൾ കാണേണ്ടതുണ്ട്. 20 ലോകരാജ്യങ്ങൾ, തുർക്കി ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ പ്രവർത്തനങ്ങളെ മതപരമായിട്ട് കൂടി കണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്.